ഹലോ, നമുക്കിന്ന് ഒരു സിമ്പിൾ തോരൻ ഉണ്ടാക്കിയാലോ. തോരൻ എപ്പോഴും സിമ്പിളാണ്. അപ്പം ഇന്നത്തെ തോരൻ എന്താണെന്ന് വെച്ചാൽ പടവലങ്ങ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ എടുക്കാതെ വെക്കുമ്പോൾ ഇങ്ങനെ ഫെയ്ഡായിക്കൊണ്ട് ചീത്തയായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് ഇനി എടുത്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു തോരൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഒരു ക്യാരറ്റും ഒരു ചെറിയ സവാളയും ഈ പടവലങ്ങ അത്ര എളുപ്പമുള്ള പടവലങ്ങയല്ല, എന്നാൽ അത്ര മൂത്തതുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പടവലങ്ങ തോരൻ നല്ല ടേസ്റ്റാണ്. അമ്മ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ എപ്പോഴും ഇങ്ങനെ പടവലങ്ങ തോരൻ വെക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ വിചാരിച്ചിരുന്നു പടവലങ്ങ തോരൻ വെക്കാമെന്ന്. എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ കൂട്ടിനായിട്ട് നമുക്ക് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇതും നാലും കൂടെ, മഞ്ഞൾപ്പൊടിയും തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് നമ്മളൊരു പാത്രം വെച്ച് കടുക് വറുത്ത് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന 3 കൂട്ടും കൂടെ ഇട്ടിട്ട് ഈ തേങ്ങ ചതച്ചതും കൂടെ അതിൻ്റെ മുകളിലേക്കിട്ട് അല്പം വെള്ളം തളിച്ച് അടച്ച് വെച്ച് വേവിച്ചാൽ തോരൻ റെഡിയാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. തോരൻ, സിമ്പിൾ പടവലങ്ങ തോരൻ റെഡി. അപ്പോൾ നമുക്ക് നോക്കാം പടവലങ്ങ തോരൻ. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ. ഞാൻ വെളിച്ചെണ്ണയാണ് എപ്പോഴും എടുക്കുന്നത്. അത് ഇവിടെ വാങ്ങിക്കുന്നതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വറ്റൽമുളക്, കടുക് വറുക്കാനുള്ള വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റലിൻ്റെ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന കൂട്ടും കൂടെ അതിലേക്കങ്ങ് ഇട്ട് കൊടുത്തേക്കാം. പടവലങ്ങയും ക്യാരറ്റും സവാള അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾ, ആ കൂട്ടും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം, നമ്മൾ ആ മിക്സിയിലെ ചതച്ചതിൻ്റെ ആ ജാറിനകത്ത് ശകലം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുമല്ലോ. ആദ്യം ഇതും കുറച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് നിന്ന് നമുക്കത് കഴുകിയൊന്ന് ഒഴിച്ചെടുക്കണം. ഇതിലേക്കൊന്ന് അരച്ച് വെച്ചൊന്ന് ഉപയോഗിക്കണം. അവസാനം നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കരിവേപ്പിലയും ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ തോരൻ റെഡി. ഇതിലങ്ങ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഇത് വേവിക്കാൻ വിടണം. അപ്പം നമ്മുടെ പടവലങ്ങ തോരൻ എന്തായെന്ന് നോക്കിയാലോ. നോക്കാമേ, അടുപ്പ് മാറ്റി നോക്കാം. ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. നമ്മൾ ആ തളിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. പടവലങ്ങയുടെ പച്ച കളർ വെള്ള കളറായില്ലയോ ഇല്ലേ മോനെ? എൻ്റെ ക്യാമറമാൻ എൻ്റെ മോനാണ്. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു. സ്കൂൾ തുറന്നു കഴിയുമ്പോഴാണ് വീഡിയോസൊക്കെ ഇടാൻ ഷോർട്ടേജ് വരുന്നത്. കാര്യം ക്യാമറമാനെ കിട്ടേണ്ട കയ്യിൽ. അപ്പോൾ അതേ നോക്കി നമ്മുടെ പടവലങ്ങ വെള്ളം പറ്റിയിട്ടുണ്ട്. ഞാനപ്പോൾ അതൊന്ന് ആ കൂട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ചേർത്തില്ലായിരുന്നു. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം.
അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയാവും. അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരൻ എന്തായെന്ന് നോക്കാം. ആഹാ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പടവലങ്ങ നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റും പടവലങ്ങയും തേങ്ങാക്കൂട്ടുമായിട്ടൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മണം വരുമ്പോഴേ നമുക്കറിയാം കേട്ടോ, നല്ല തോരനാണ്. അപ്പം എല്ലാവരും ഈ സിമ്പിൾ തോരൻ പടവലങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പടവലങ്ങ, ക്യാരറ്റ്, ഒരു ചെറിയ സവാള, ഇത് ഒരു ചെറിയ ക്യാരറ്റ് കേട്ടോ, പിന്നെ തേങ്ങായ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി അല്ലി, അത്രയേ ഉള്ളൂ അതിൻ്റെ കൂട്ട്. കടുക് വറക്കുക, അരിഞ്ഞ് വെച്ച് ഇടുക, അതിലേക്ക് തേങ്ങ ചതച്ചതും ചേർത്ത് അല്പം വെള്ളം തളിച്ച് അടച്ച് വെച്ച് വേവിക്കുക. തോരൻ റെഡി. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാമേ. അതുവരേക്കും ബൈ ബൈ.